സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോണ്ടൂർ രേഖകളുമായി ബന്ധപ്പെട്ട കോണ്ടൂർ ലൈൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോണ്ടൂർ ലൈൻസിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രദേശത്തിൻ്റെ ഷേപ്പ്, ഒരു ടോപ്പോഗ്രഫിയുടെ ലാൻഡ് ഷേപ്പ് എങ്ങനെയാണ്, ഭൂപ്രകൃതി, അതിൻ്റെ ഭൂരൂപം എങ്ങനെയാണ്, ആകൃതി എങ്ങനെയാണെന്ന് എങ്ങനെ നമ്മൾ കണ്ടെത്തും. ഓക്കെ, കോണ്ടൂർ ലൈൻസ് എന്ന് ഒരു പ്രദേശത്തിന്റെ ആകൃതി, ഷേപ്പ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അത് പ്രധാനമായിട്ടും രണ്ട് മെത്തേഡുകളുണ്ട്. അസസിങ് ദി ടോപ്പോഗ്രഫി. മെത്തേഡ് 1 ഡയറക്ട്ലി ഫ്രം ദി കോണ്ടൂർസ്. കോണ്ടൂർ രേഖകളിൽ നിന്ന് നമുക്ക് നേരിട്ട് കണ്ടെത്താൻ പറ്റും. അതേപോലെ മറ്റൊരു മെത്തേഡാണ് മെത്തേഡ് 2 ബൈ ട്രേസിങ് ഔട്ട് ദി കോണ്ടൂർ ലൈൻസ്. അതായത് പിന്നെ എന്ത് ചെയ്യുക, ഈ കോണ്ടൂർ രേഖകൾ നമ്മളൊരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്ത് ഒരു പേപ്പറിലേക്ക് പകർത്തി അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോണ്ടൂർ ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്ന പ്രദേശത്തിന്റെ ഷേപ്പ് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ രണ്ട് മെത്തേഡുകളാണ്. രണ്ടാമത്തെ മെത്തേഡ് ആദ്യം നോക്കുകയാണെങ്കിൽ ബൈ ട്രേസിങ് ഔട്ട് ദി കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ രേഖകൾ ഒരു പേപ്പറിലേക്ക് പകർത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒന്നാമത്തെ മെത്തേഡ് ഏതാ? ഡയറക്ട്ലി ഫ്രം ദി കോണ്ടൂർസ്. കോണ്ടൂർ രേഖകളിൽ നിന്ന് നമുക്ക് നേരിട്ട് കണ്ടെത്താനും പറ്റും. അപ്പൊ ഇങ്ങനെ രണ്ട് മെത്തേഡുകളുണ്ട്. ഈ രണ്ട് മെത്തേഡുകളും നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഓക്കെ, സോ അസസിങ് ദി ടോപ്പോഗ്രഫി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ടോപ്പോഗ്രഫിയെ അല്ലെങ്കിൽ ഒരു കോണ്ടൂർ ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ഭൂപ്രദേശത്തിന്റെ ഷേപ്പ് നമ്മൾ കണ്ടെത്താൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കോണ്ടൂർ രേഖകൾ നമ്മൾ മാപ്പിൽ കാണുകയാണെങ്കിൽ അത് വെച്ച് ആ ഭൂപ്രദേശം എപ്രകാരമാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഈ ഒരു ചിത്രമാണെങ്കിൽ ഇവിടെ മുകൾ ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? കോണ്ടൂർ ലൈൻസ് കാണാൻ പറ്റും. ആ കോണ്ടൂർ ലൈൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലാൻഡ് ഫോം താഴ്ഭാഗത്തും കാണാൻ പറ്റും. ഈ താഴ്ഭാഗത്തുള്ള ലാൻഡ് ഫോമിന്റെ കോണ്ടൂർ ലൈൻസ് ആണ് മുകളിലുള്ളത് എന്നും പറയാം. അപ്പൊ ഇതുപോലെ നമുക്ക് എങ്ങനെ കണ്ടെത്താം ഒരു ലാൻഡ് ഫോം കോണ്ടൂർ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ആ ലാൻഡ് ഫോമിന്റെ ഷേപ്പ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറയുന്ന ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഏറ്റവും ആദ്യത്തെ മെത്തേഡ് ഡയറക്ട്ലി ഫ്രം ദി കോണ്ടൂർസ്. കോണ്ടൂർ രേഖകളിൽ നിന്ന് നേരിട്ട് നമ്മൾ ഷേപ്പ് കണ്ടെത്തുന്ന, ലാൻഡ് ഫോമിന്റെ ഷേപ്പ് കണ്ടെത്തുന്ന രീതിയാണ് ഏറ്റവും ആദ്യം പറയുന്നത്. അപ്പൊ ഇവിടെ ആസ് shown in the figure 4.15. Place a paper strip across the contour pattern of which the topography is to be assessed. Mark A and B at either ends of the paper strip. Mark and label the values of the contour lines cutting across the paper strip. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതേപോലൊരു കോണ്ടൂർ രേഖ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പിന്നെ ഒരു കോണ്ടൂർ രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോണ്ടൂർ രേഖന്റെ സെൻട്രൽ ഭാഗത്ത് എന്ത് ചെയ്യുക? ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പേപ്പർ കഷ്ണം നമ്മൾ വെക്കുക. ഓക്കെ, ഞാനിവിടെ ഒന്ന് വരയ്ക്കാനും കൂടി ശ്രമിക്കാം. ഓക്കെ, അതായത് ഇവിടെ ഈ ഒരു കളറിൽ നമ്മൾ കാണുന്ന ഈ ഒരു കഷ്ണം എന്താ? ഈ ഒരു കടലാസ് കഷ്ണമാണ്. ഇങ്ങനത്തെ ഒരു പേപ്പർ സ്ട്രിപ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പേപ്പർ സ്ട്രിപ്പ് നമ്മൾ ഇവിടെ വെക്കുക. ഓക്കെ, ഈ ഒരു കോണ്ടൂർ ലൈൻസിന്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മൾ വെക്കുക. എന്നിട്ട് നമ്മൾ അതിന് ഒരു പേര് കൊടുക്കുക. ആ പേപ്പർ സ്ട്രിപ്പിന് AB എന്നൊരു പേര് കൊടുക്കുക. ഓക്കെ, പേര് കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കോണ്ടൂർ രേഖകൾ ഓരോന്നും പേപ്പർ സ്ട്രിപ്പിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് പോയിന്റ് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ആ കോണ്ടൂർ ലൈൻസിന്റെ ഓരോ കോണ്ടൂർ ലൈൻ്റെയും ഓരോ കോണ്ടൂർ രേഖയുടെയും വാല്യൂ എത്രയാണെന്ന് നമ്മൾ ആ പേപ്പർ സ്ട്രിപ്പിൽ മാർക്ക് ചെയ്തതിന്റെ നേരെ അടയാളപ്പെടുത്തുക. 500, അതേപോലെ 600, അതേപോലെ 700. അങ്ങനെ ഓരോ കോണ്ടൂർ ലൈനും ആ പേപ്പർ സ്ട്രിപ്പിൽ എവിടെയാണോ കണക്ട് ചെയ്യുന്നത് അവിടെ നമ്മളൊരു പോയിന്റ് ഇട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ആ കോണ്ടൂർ ലൈനിന്റെ റെസ്പെക്റ്റീവ് വാല്യൂ എത്രയാണോ ആ വാല്യൂ നമ്മൾ ആ പേപ്പർ സ്ട്രിപ്പിലേക്ക് എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. ഇപ്രകാരം നമ്മൾ മുഴുവനായിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഏറ്റവും ചെറിയ കോണ്ടൂർ വാല്യൂ എത്രയാണ്? 500 മീറ്റർ ആണ്. ഏറ്റവും കൂടുതൽ 1000 മീറ്റർ ആണ്. അപ്പൊ അതേപോലെ മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഇങ്ങനെ ആ പേപ്പർ സ്ട്രിപ്പിന്റെ മുകളിൽ എന്ത് ചെയ്യുക? ആ കോണ്ടൂർ വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ദീസ് കോണ്ടൂർ വാല്യൂസ് ഓൺ ടു ദി എക്സ് ആക്സിസ് ഓഫ് എ ഗ്രാഫ് പേപ്പർ. ശ്രദ്ധിക്കുക,
Figure 4.16. Choose a convenient scale and mark the contour values on the y-axis. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പർ സ്ട്രിപ്പ് മാർക്കിംഗ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഈ ഒരു കോണ്ടൂർ രേഖന്റെ പിന്നെ ലാൻഡ് ഷേപ്പ് ആണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ആ ഷേപ്പ് നമുക്ക് ഏത് പേപ്പറിലേക്കാണോ വരയ്ക്കേണ്ടത് ആ പേപ്പറിൽ ഈ കാണുന്നത് പോലെ എന്ത് ചെയ്യുക? അതിൻ്റെ എക്സ് ആക്സിസിലേക്ക്. ഓക്കെ, ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ ആദ്യം. ഓക്കെ, അപ്പോൾ ആ പേപ്പറിൻ്റെ എക്സ് ആക്സിസിൽ നമ്മൾ ആ പേപ്പർ സ്ട്രിപ്പ് കൊണ്ടുപോയിട്ട് വെക്കുക. നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പിന്നെ കോണ്ടൂർ വാല്യൂസ് അടയാളപ്പെടുത്തിയ പേപ്പർ സ്ട്രിപ്പാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ താഴെ കൊണ്ടുവച്ചത്. ഓക്കെ, നമ്മൾ അങ്ങനെ വെച്ചു. എന്നിട്ടോ അതിനൊരു വൈ ആക്സിസ് നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഈ വാല്യൂസ് അവിടെ അടയാളപ്പെടുത്താം. ഓക്കെ, നമ്മൾ പിന്നെ 500 മീറ്റർ, 600 മീറ്റർ, 700 മീറ്റർ എന്നുള്ളത് ആ എക്സ് ആക്സിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഇവിടെ പിന്നെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 500 മീറ്റർ, 600 മീറ്റർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കളർ മാറ്റിയാൽ ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യുക. ആ ഓരോ ഡോട്ടിൻ്റെയും ഓരോ അടയാളവും നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ എന്ത് ചെയ്യുക? നമുക്ക് 500, 600, 700, 800, 900 അതേപോലെ 1000 എന്നുള്ള രീതിയിൽ, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും ഒക്കെ ആ എക്സ് ആക്സിസിലേക്ക് നമ്മൾ പകർത്തി കൊടുക്കുക. എന്നിട്ട് ആ വാല്യൂസ് നമ്മൾ അവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ പേപ്പർ സ്ട്രിപ്പ് അവിടെ ഒഴിവാക്കാം. പിന്നെ ഈ പേപ്പർ സ്ട്രിപ്പിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം കോണ്ടൂർ ലൈൻസിന്റെ കുറുകെ നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പേപ്പർ സ്ട്രിപ്പ് വെച്ചു. ആ ഓരോ കോണ്ടൂർ ലൈനിന്റെയും വാല്യൂ പേപ്പർ സ്ട്രിപ്പിലേക്ക് പകർത്തി ആ പേപ്പർ സ്ട്രിപ്പ് നമ്മൾ പിന്നീട് എന്ത് ചെയ്തു? ഇവിടെ അല്ലെ, നമുക്ക് ഏത് പേപ്പറിലാണോ നമുക്ക് പകർത്തേണ്ടത്, ഈ ഒരു ലാൻഡ് ഷേപ്പ് വരയ്ക്കേണ്ടത്, ആ പേപ്പറിന്റെ എക്സ് ആക്സിസിലേക്ക് ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു? പകർത്തി കൊടുത്തു. അതിനുശേഷം ആ പേപ്പർ സ്ട്രിപ്പ് പിന്നെ നമുക്ക് ആവശ്യമില്ല, നമ്മൾ മാറ്റി വെച്ചു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്? അതേപോലെ ഒരു വൈ ആക്സിസ് കൂടി നമ്മൾ ആ പേപ്പറിൽ വരയ്ക്കുകയാണ്. എക്സ് ആക്സിസ് ആണല്ലോ താഴെയുള്ളത്. അതേപോലെ ഒരു വൈ ആക്സിസ് കൂടി നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് എത്രത്തോളം ഇവിടെ കൊടുത്തിട്ടുള്ള മാക്സിമം 100 മീറ്റർ ആണ്. അപ്പോൾ ആ മാക്സിമം 100 മീറ്റർ വരെയുള്ള വാല്യൂസ് നമ്മൾ എവിടേക്കും കൊടുക്കുകയാണ്? നമ്മൾ വൈ ആക്സിസിലേക്കും നമ്മൾ അടയാളപ്പെടുത്താണ്. ഓക്കെ, അത് 500 മുതലാണ് ഇവിടെ തുടങ്ങുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഇവിടെ 100 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 100, 200, 300 അങ്ങനെ പോയി 500, 600, 700, 800, 900, 1000 വരെ മിനിമം നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. അപ്പോൾ ആ സ്റ്റെപ്പും കഴിഞ്ഞു. പേപ്പർ സ്ട്രിപ്പ് നമ്മൾ എക്സ് ആക്സിസിലേക്ക് പകർത്തി ആ വാല്യൂസ് എക്സ് ആക്സിസിലേക്ക് നമ്മൾ പകർത്തി എഴുതുന്നു. അതേപോലെ അതിന് വേണ്ട അളവിലുള്ള വൈ ആക്സിസും നമ്മൾ തയ്യാറാക്കി വൈ ആക്സിസിലേക്ക് നമ്മൾ ആ മൂല്യങ്ങൾ പകർത്തുന്നു. പിന്നെയോ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. Draw vertical lines from the points of contour values on the x-axis. Intersect these vertical lines against the corresponding values in y-axis and mark the intersecting points. Join these points by smooth curves. അതായത് അടുത്തതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഞാൻ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഈ എക്സ് ആക്സിസിലെ 500 എന്ന് പറഞ്ഞ ഒന്നുകൂടി പേജ് വലുതാക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ എക്സ് ആക്സിസിൽ 500 മീറ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഈ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? നേരെ കുത്തനൊരു വര വരയ്ക്കുക. എവിടം വരെ വരയ്ക്കണം? അതേ വാല്യൂ പിന്നെ ഈ വൈ ആക്സിസിൽ എവിടെയാണോ കാണുന്നത് അവിടം വരെ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈ ആക്സിസിൽ ഇതാണ് 500. അപ്പൊ എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ 500 മീറ്റർ കാണുന്ന അതേ ഭാഗം വരെ കുത്തനൊരു വര വരയ്ക്കുക. അതേപോലെ അടുത്തതും 600 മുതൽ വൈ ആക്സിസിലെ 600 വരെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക. അതേപോലെ 700 മുതൽ വൈ ആക്സിസിലെ 700 വരെ ഒരു വര വരയ്ക്കുക. അതേപോലെ 800 ഓക്കെ, ദെൻ 900
വൈ ആക്സിസിലെ 900 വരെ ഒരു വര വരയ്ക്കുക. അതേപോലെ തന്നെ 1000 മീറ്റർ എന്ന് വൈ ആക്സിസിലെ 1000 മീറ്റർ എവിടെയാണ് വരുന്നത്, അവിടെ വരെ ഒരു വര വരയ്ക്കുക. ഓക്കെ, അതേപോലെ ഇത് മുഴുവനായിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, 1000 മീറ്ററിന് വൈ ആക്സിസിൽ 1000 മീറ്റർ വരെ വരയ്ക്കുക. അതേപോലെ 900 എന്ത് ചെയ്യുന്നു, 900 വരെ വരയ്ക്കുന്നു. അതേപോലെ 800 വരെ, then 700, okay, then 600, then last one 500. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഈ എൻഡ് പോയിന്റ്സ് ഉണ്ടല്ലോ, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്മൂത്ത് ലൈൻ, റഫായിട്ട് ഒരു സ്മൂത്ത് ലൈൻ ഉണ്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഈ ഒരു എൻഡിൽ നിന്ന് നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മളിതാ ഇങ്ങനെ കണക്ട് ചെയ്ത്, ഇത് ഫ്രീ ആയിട്ട് സ്കെയിലൊന്നും വെച്ച് വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഫ്രീ ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഒരു റഫ് ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഉണ്ട് വരയ്ക്കാം. ഓക്കെ, അങ്ങനെ വരയ്ക്കുന്നു. അതേപോലെ അതെവിടം വരെ, താഴെ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വരച്ചു പോവാം. ഓക്കെ, അതിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പം നമുക്കിവിടെ ഒരു ഷേപ്പ് കിട്ടി. ഈ ഭാഗം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇനി നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയ്ഡ് ചെയ്യുക. പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്യുക. അപ്പം ഞാനിവിടെ പിന്നെ മുഴുവനായിട്ട് ഷെയ്ഡ് ചെയ്യുന്നില്ല, കുറേ സമയം എടുക്കുമെന്നുള്ളത് കൊണ്ട്. അപ്പം ഇങ്ങനെ നമ്മളൊന്ന് വൃത്തിയായി ഷെയ്ഡ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ലാൻഡ് ഏരിയ ഉണ്ടല്ലോ, അതാണെന്ത്, ആ പ്രദേശത്തിൻ്റെ ലാൻഡ് ഷേപ്പ് എന്ന് പറയുന്നത്. കോണ്ടൂർ വാല്യൂസ് എന്ന് അല്ലെങ്കിൽ കോണ്ടൂർ രേഖകളിൽ നിന്നും നമ്മൾ ആ ഒരു പ്രദേശത്തിൻ്റെ എന്ത് കണ്ടെത്തി, ആ ഒരു പ്രദേശത്തിൻ്റെ ലാൻഡ് ഷേപ്പ് എങ്ങനെയാണ് എന്ന് നമ്മൾ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഷെയ്ഡ് ചെയ്തു, ഏകദേശം ഷെയ്ഡ് ചെയ്തു. ഇതിപ്പോൾ കമ്പ്യൂട്ടറിലായതുകൊണ്ട് നമുക്ക് ബോർഡിലൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത്രയൊരു ഒരു നീറ്റ്നെസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യൂല. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം നമുക്ക് എന്തായി, ഏകദേശം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ലാൻഡ് ഷേപ്പ് ആണ് നമ്മൾ മുകളിൽ കണ്ടിട്ടുള്ള ആ ഒരു കോണ്ടൂർ രേഖകൾ, ആ കോണ്ടൂർ രേഖകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിപ്പോൾ നമ്മൾ വരച്ചതാണ്. ടെക്സ്റ്റ് ബുക്ക് തന്നെ ഓൾറെഡി വരച്ചിട്ടുള്ള ഇതേപോലെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡ് ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ലാൻഡ് ഫോം അവരെങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം പേജ് ഒന്ന് ചെറുതാക്കുകയാണ്. പേജ് ചെറുതാക്കുമ്പോൾ നമ്മൾ വരച്ചത് അതേപോലെ തന്നെ അവിടെ നിലനിൽക്കും. ഓക്കെ, നമുക്ക് പേജ് ഒന്ന് നീക്കി നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ബ്ലൂ കളറിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാൻഡ് ഷേപ്പ് വരച്ചു, ഷെയ്ഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഓക്കെ, ഇതാ നമ്മളത് ഏകദേശം ഒരേ വലുപ്പത്തിൽ വലുതാക്കി നോക്കുകയാണെങ്കിൽ നമ്മൾ വരച്ചതുപോലെ തന്നെ ഏകദേശം കാണാൻ പറ്റും അല്ലേ. ഞാനൊന്ന് പേജ് ഒന്ന് നീക്കട്ടെ. ഓക്കെ, അതാ ഏകദേശം കറക്റ്റാ. ഒരേ പേജിന്റെ വലുപ്പം നമ്മൾ വരച്ച അതേ വലുപ്പത്തിലേക്ക് ആക്കുന്ന സമയത്ത് നമ്മൾ വരച്ചതും ടെക്സ്റ്റ് ബുക്കിൽ നൽകിയതും എന്താണ്, ഒരേപോലെ തന്നെയാണ് ഏകദേശം അല്ലെ, വലിയ വ്യത്യാസങ്ങളില്ല. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ഒരു പ്രദേശത്തിന്റെ ലാൻഡ് ഫോം കണ്ടെത്താൻ പറ്റും. ഞാനൊന്ന് ക്ലിയർ ചെയ്യാണ്. ഓക്കെ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു പ്രദേശത്തിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ ലാൻഡ് ഷേപ്പ് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത കാര്യം എന്താ, ഇവിടെ നമ്മൾ ചെയ്തത് ഈ കോണ്ടൂർ രേഖകളുടെ നേരെ ഒരു ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ മധ്യഭാഗത്ത് ഒരു പേപ്പർ സ്ട്രിപ്പ് വെച്ചു. ആ പേപ്പർ സ്ട്രിപ്പിലേക്ക് നമ്മൾ ആ ഓരോ കോണ്ടൂർ ലൈനിന്റെയും വാല്യൂ പകർത്തി ശേഷം ആ പേപ്പർ സ്ട്രിപ്പ് നമ്മൾ ഏത് പേപ്പറിലേക്കാണോ നമുക്ക് ലാൻഡ് ഷേപ്പ് വരയ്ക്കേണ്ടത് ആ പേപ്പറിന്റെ ഒരു എക്സ് ആക്സിസിലേക്ക് നമ്മൾ പകർത്തി ആ വാല്യൂസ് എഴുതി കൊടുത്തു. അതേപോലെ ഒരു വൈ ആക്സിസ് വരച്ച് ആ വാല്യൂസ് നമ്മൾ വൈ ആക്സിസിലേക്കും പകർത്തി. എന്നിട്ട് എക്സ് ആക്സിസിൽ നിന്നും അതേ വാല്യൂ വൈ ആക്സിസിൽ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ കുത്തനെ വരകൾ വരച്ചു. എന്നിട്ട് ആ വരകളെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ അല്ലെ ഒരു സ്മൂത്ത് ലൈൻ വരച്ച ശേഷം മുഴുവനായിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു കോണ്ടൂർ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന പ്രദേശത്തിന്റെ ലാൻഡ് ഷേപ്പ് നമുക്ക് കിട്ടി. അപ്പൊ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്, ഡയറക്ട്ലി ഫ്രം ദി കോണ്ടൂർസ്. കോണ്ടൂർ രേഖകളിൽ നിന്നും നേരിട്ട് ആകൃതി കണ്ടെത്തുന്ന രീതിയാണ് നമ്മളിപ്പോ നോക്കിയത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് ആണെങ്കിൽ ബൈ ട്രേസിംഗ് ഔട്ട് ദി കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ രേഖകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പേപ്പറിലേക്ക് വേറൊരു പേപ്പറിലേക്ക് പകർത്തിയിട്ട് നമ്മൾ ആദ്യം ചെയ്തത് എന്താ,
ആദ്യം ചെയ്തത് കോണ്ടൂർ രേഖകളല്ല, കോണ്ടൂർ രേഖകളുടെ വാല്യൂസ്, കോണ്ടൂർ വാല്യൂസ് ഒരു പേപ്പർ സ്ട്രിപ്പിലേക്ക് പകർത്തി അങ്ങനെ ചെയ്തത് അല്ലെ. ഇനി ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഏതാണ്? ബൈ ട്രേസിങ് ഔട്ട് ദി കോണ്ടൂർ ലൈൻസ്. നമ്മൾ കോണ്ടൂർ രേഖകൾ മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു പേപ്പറിലേക്ക് പകർത്താൻ പോവാണ്. ഈ കാണുന്ന ചിത്രം മുഴുവനായിട്ട് കോണ്ടൂർ വാല്യൂ മാത്രമല്ല, കോണ്ടൂർ ലൈൻസ് മുഴുവനായിട്ട് ഒരു പേപ്പറിലേക്ക് നമ്മൾ പകർത്താൻ പോവാണ്. സോ ബൈ ട്രേസിങ് ഔട്ട് ദി കോണ്ടൂർ ലൈൻസ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, എക്സാമിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. ഓക്കെ, ഒരു പേപ്പർ കഷ്ണം മുറിച്ചെടുത്ത് ഇങ്ങനെ പിന്നെ നമുക്ക് എഴുതാൻ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടാണ്, അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഈ രൂപത്തിൽ നമ്മളോട് ചെയ്യാൻ പറയാറില്ല. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കിയാലേ ഇതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു ആശയത്തിലൂടെ നമ്മൾ കടന്നു പോകണം. ഓക്കെ, സോ ബൈ ട്രേസിങ് ഔട്ട് ദി കോണ്ടൂർ ലൈൻസ്, കോണ്ടൂർ ലൈൻസിനെ നമ്മൾ ഒരു പേപ്പറിലേക്ക് പകർത്തിക്കൊണ്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് നോക്കാം. Copy the contour lines on a tracing paper and transfer them onto another paper. അപ്പോൾ നമുക്ക് ഭൂപ്രദേശത്ത് നമുക്ക് സ്ഥലത്തിന്റെ ആകൃതി കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന കോണ്ടൂർ രേഖകൾ എന്ത് ചെയ്യുക? ആദ്യം ഭൂപടത്തിൽ നിന്ന്, മാപ്പിൽ നിന്ന് ഒരു പേപ്പറിലേക്ക്, ഒരു ട്രേസിംഗ് പേപ്പറിലേക്ക് നമ്മൾ ആദ്യം പകർത്തി കോപ്പി ചെയ്യുക. ഓക്കെ, ട്രേസ് ചെയ്യുന്ന പറയുമ്പോൾ എന്താ? നമ്മളത് പകർത്തുക അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. എന്നിട്ടോ വേണമെങ്കിൽ നമുക്ക് ആ ട്രേസിംഗ് പേപ്പറിൽ നിന്ന് കുറച്ചുകൂടി വൃത്തിയുള്ള മറ്റൊരു പേപ്പറിലേക്ക് അത് പകർത്തി വരയ്ക്കാം. Then draw a line AB through the center of the contours as shown in figure 4.18. അപ്പോൾ നമുക്ക് വേണ്ട പേപ്പറിലേക്ക് നമ്മൾ ആ കോണ്ടൂർ രേഖകൾ പകർത്തിയ ശേഷം, ഓക്കെ, നമ്മൾ ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ആ കോണ്ടൂർ ലൈൻസ് ഇതേപോലെ ഇങ്ങനെ വരച്ചെടുത്തു. എന്നിട്ട് ആ ട്രേസിംഗ് പേപ്പറിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി വൃത്തിയുള്ള ഒരു വലിയ പേപ്പറിലേക്ക് അത് മാറ്റണമെങ്കിൽ ആ മറ്റൊരു പേപ്പറിലേക്ക് നമ്മളത് മാറ്റി വരച്ചു. അങ്ങനെ ഏത് പേപ്പറിലാണോ നമുക്ക് ലാൻഡ്സ്കേപ്പ് വരയ്ക്കേണ്ടത് ആ പേപ്പറിലേക്ക് നമ്മൾ ഈ കോണ്ടൂർ ലൈൻസ് നമ്മൾ പകർത്തിയ ശേഷം പിന്നെ ചെയ്യേണ്ടത് ഡ്രോ എ ലൈൻ AB through the center of the contours as shown in figure 4.18. ഇവിടെ കൊടുത്തതുപോലെ, ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ചിത്രത്തിൽ കൊടുത്തതുപോലെ എന്ത് ചെയ്യുക? ആ കോണ്ടൂർ രേഖകളുടെ മധ്യത്തിലൂടെ, സെൻട്രൽ ഭാഗത്തിലൂടെ ഇങ്ങനെ ഒരു രേഖ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിന് AB എന്ന പേരും കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അപ്പൊ ആ സ്റ്റെപ്പ് കിട്ടി. അതിനുശേഷം ഡ്രോ ദി X and Y ആക്സിസ് ബിലോ ദി ലൈൻ AB as shown in figure 4.19. പിന്നെ ചെയ്യേണ്ടത് എന്താ? ഈ AB എന്ന് പറയുന്ന ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതിന് താഴ്ഭാഗത്തേക്ക് XY ആക്സിസ് വരയ്ക്കാം. ഡ്രോ ദി X and Y ആക്സിസ് ബിലോ ദി ലൈൻ AB as shown in figure 4.19. അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. ഓക്കെ, ഈ മുകളിലുള്ള ചിത്രമാണ്, താഴെയുള്ള ചിത്രവും അല്ലെ. അപ്പോൾ ആ AB ലൈന് നമ്മൾ എന്ത് ചെയ്യാണ്? താഴ്ഭാഗത്തേക്ക് നമ്മൾ X ആക്സിസും Y ആക്സിസും വരച്ച് ചേർക്കുകയാണ്. ഒരു ഗ്രാഫ് പോലെ ആക്കി മാറ്റാണ്. ഓക്കെ, ചെയ്തു. ഇനിയോ മാർക്ക് ദി വാല്യൂസ് ഓഫ് ദി കോണ്ടൂർസ് ഓൺ ബോത്ത് ദി Y axis in an appropriate scale. 0.5 centimeter is equal to 100 meter or 1 centimeter for 100 meter. ആ രൂപത്തിൽ നമുക്ക് വേണ്ട രൂപത്തിൽ എന്ത് ചെയ്യാം? നമ്മൾ Y ആക്സിസിലേക്ക് കോണ്ടൂർ വാല്യൂസ് നമ്മൾ പകർത്താം. ഓക്കെ, ഇവിടെ കാണാം നമുക്ക് 100 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ, 400 മീറ്റർ, 500 മീറ്റർ, 600 മീറ്റർ. അങ്ങനെ ഈ തന്നിട്ടുള്ള കോണ്ടൂർ ലൈൻസിൽ മാക്സിമം വാല്യൂ എത്രയാണ്? 600 മീറ്റർ ആണ് അല്ലെ. ഇവിടെ 100 മുതൽ 600 വരെയുള്ളത്. അപ്പോൾ മാക്സിമം 600 വരെയുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു Y ആക്സിസിൽ രണ്ട് ഭാഗത്തും നമ്മൾ എഴുതണം. Y ആക്സിസിൽ സാധാരണ നമ്മൾ മാത്സിലൊക്കെ ചെയ്യുന്ന സമയത്ത്, ഫിസിക്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രമായിരിക്കും നമ്മൾ അടയാളപ്പെടുത്തുക. പക്ഷെ ഇവിടെ നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഭാഗങ്ങളിലും, രണ്ട് വശങ്ങളിലും, രണ്ട് Y ആക്സിസിലും എന്ത് ചെയ്യുക? കുത്തനെയുള്ള ഭാഗമാണ് എന്ത്? Y ആക്സിസ്, താഴ്ഭാഗമാണ് എന്ത്? X ആക്സിസ്. അപ്പൊ രണ്ട് ഭാഗത്തും നമ്മൾ ആ വാല്യൂസ് പകർത്തി എഴുതുക. 100, 200, 300. അങ്ങനെ ഏറ്റവും തന്നിട്ടുള്ള കോണ്ടൂർ രേഖയുള്ള മാക്സിമം 600 ആണെങ്കിൽ ആ 600 വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂസ് Y ആക്സിസിലേക്ക് പകർത്തുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇനി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യുക? ജസ്റ്റ് കണക്ട് ചെയ്ത് വരയ്ക്കുക അല്ലെ. ഡ്രോ വെർട്ടിക്കൽ ലൈൻസ്. അതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി ഉണ്ട്. ജോയിൻ ഈക്വൽ വാല്യൂസ് ഓൺ ബോത്ത് ദി X ആക്സിസ് യൂസിങ് നാരോ ലൈൻസ്. ശ്രദ്ധിക്കുക, അതായത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യുക? ഇവിടെ നമുക്കറിയാലോ, ഇവിടെ ഈ ഒരു പോയിന്റ് ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. ഒന്നുകൂടി സൂം ചെയ്യട്ടെ.
ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇത് എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ കോണ്ടൂർ ലൈനിന്റെ വാല്യൂ എത്രയാ? അതിന്റെ വാല്യൂ ഇതാ ഇവിടെ കാണാം 100 ആണ് അല്ലേ? അപ്പോൾ ആ 100 മീറ്റർ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗ്രാഫിലുള്ള എക്സ് ആക്സിസ് നിന്ന് ഈ വൈ ആക്സിസിലെ 100ലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡോട്ട് ലൈൻ വരയ്ക്കാം. ചിത്രത്തിൽ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളും ഫ്രീ ആയിട്ടുള്ള ഒരു ലൈന് നേരെ എന്ത് ചെയ്യുക? വരയ്ക്കുക. ഇങ്ങനെ വരച്ച് എവിടം വരെ പോകും? അത് ഈ 100 വരെ പോകും. ഓക്കെ, ഇവിടെ കാണുന്ന ഈ 100 വരെ നമ്മൾ വരയ്ക്കുക. അതേപോലെ ബാക്കിയൊക്കെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. പിന്നെ അടുത്ത കോണ്ടൂർ ലൈനിൽ നിന്നും അതിന്റെ 200 മീറ്റർ ആണ് നമുക്ക് കാണാൻ ഇവിടെ അല്ലെ, 200 മീറ്റർ ആണ്. അപ്പോൾ ആ കോണ്ടൂർ ലൈനിൽ നിന്നും ആ പോയിന്റിൽ നിന്നും ഈ വൈ ആക്സിസിലെ 200 to 100 വരെ നമ്മളൊരു വര വരയ്ക്കുക. അതേപോലെ അടുത്ത ഏതാ? 300 ആണ്. ആ 300 നിന്ന് വൈ ആക്സിസിലെ 300 വരെ വരയ്ക്കുക. അതേപോലെ ദെൻ 400 വരെ, ദെൻ 600, ദെൻ 500, ദെൻ ലാസ്റ്റ് വൺ 600. അതേപോലെ വീണ്ടും അതേ കോണ്ടൂർ രേഖകൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ വീണ്ടും വരയ്ക്കുക. ഓക്കെ, 600, അതേപോലെ ദെൻ ഒരല്പം അങ്ങോട്ടായി പോയി. ഓക്കെ, അതേപോലെ അടുത്ത ലൈന് നോക്കുമ്പോൾ 400, ദെൻ 300, 200, അതേപോലെ 100 മീറ്റർ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ലൈൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫ്രീ കർവ്ഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഈ ഒരു കോർണർ നമ്മൾ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം? ആ ഓരോ പോയിന്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും വാല്യൂസ് ഇന്റർസെക്ട് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന ആ പ്രദേശങ്ങളെ പിന്നെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ശേഷം നേരത്തെ ചെയ്തതുപോലെ താഴ്ഭാഗം മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഷെയ്ഡ്, ഈ ഭാഗം മുഴുവനായിട്ട് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ലാൻഡ് ഫോം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ടോപ്പോഗ്രഫിയുടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു കോണ്ടൂർ ലൈൻസിന്റെ ആ കോണ്ടൂർ ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്ന പ്രദേശത്തിന്റെ ഷേപ്പ് നമുക്ക് ഇവിടെ എന്തായി? ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് മറ്റൊരു മെത്തേഡ്. ഇവിടെ കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ പറഞ്ഞു പോവാണ് ഇപ്പൊ ഞാൻ ചെയ്തത് കാര്യമായിട്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നുകൂടി ഞാൻ പേജ് ചെറുതാക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്ത കാര്യം, നമുക്ക് കോണ്ടൂർ രേഖകൾ മാപ്പിൽ നിന്ന് ഭൂപടത്തിൽ നമ്മൾ കോണ്ടൂർ രേഖകൾ ഒരു ട്രേസിംഗ് പേപ്പറിലേക്ക് പകർത്തി, പിന്നീട് നമുക്ക് വേണ്ട പേപ്പറിലേക്ക് ആ കോണ്ടൂർ രേഖകൾ മാറ്റി വരച്ച ശേഷം സെൻട്രൽ ഭാഗത്ത് നമ്മൾ ഒരു AB ലൈൻ വരച്ചു. എന്നിട്ട് ആ AB ലൈനിൽ ഓരോ കോണ്ടൂർ രേഖന്റെയും പിന്നെ വാല്യൂ അല്ലെ വരുന്ന കോണ്ടൂർ രേഖയും ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻറ്റു മാർക്ക് ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങളിൽ നിന്ന് താഴോട്ട് നമ്മളൊരു XY ആക്സിസ് വരച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ Y ആക്സിസിൽ കോണ്ടൂർ വാല്യൂസ് നമ്മൾ വേണ്ട രൂപത്തിൽ 100, 200 അങ്ങനെ എത്രയോ വരെ ഉണ്ടോ അത്രയും ഭാഗങ്ങൾ നമ്മൾ Y ആക്സിസിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് നേരത്തെ ആദ്യത്തെ മെത്തേഡിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ X ആക്സിസും Y ആക്സിസും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരകൾ വരച്ചു. എന്നിട്ട് ആ പ്രദേശങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു സ്മൂത്ത് ലൈൻ വരച്ച ശേഷം ആ ഭാഗം മൊത്തമായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബൈ ട്രേസിംഗ് ഔട്ട് ദി കോണ്ടൂർ ലൈൻസ്, കോണ്ടൂർ രേഖകൾ മറ്റൊരു പേപ്പറിലേക്ക് പകർത്തിക്കൊണ്ടും എന്ത് ചെയ്യാം? ഭൂപ്രദേശത്തിന്റെ ആകൃതി, ഷേപ്പ്, ലാൻഡ് ഫോമിന്റെ ഷേപ്പ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ രണ്ട് മെത്തേഡുകളും നമ്മൾ നോക്കി. ഓക്കെ, ടോപ്പോഗ്രഫിയുടെ ഷേപ്പ് കണ്ടെത്താൻ വേണ്ടി രണ്ട് മെത്തേഡുകൾ നോക്കി. മെത്തേഡ് 1 ഡയറക്ട്ലി ഫ്രം ദി കോണ്ടൂർസ്, അതേപോലെ മെത്തേഡ് 2 ബൈ ട്രേസിംഗ് ഔട്ട് ദി കോണ്ടൂർ ലൈൻസ്. അപ്പൊ ഈ കാര്യങ്ങൾ വീഡിയോ വീണ്ടും നിങ്ങൾക്ക് സംശയമുള്ള ഭാഗം വീണ്ടും എന്ത് ചെയ്യാം? റിവൈൻഡ് ചെയ്ത് വീണ്ടും കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇപ്പൊ വളരെ എളുപ്പമാണ് സംഗതി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വരച്ച് നോക്കാൻ തന്നെ ആൻസർ നമുക്ക് കിട്ടും. യൂസിംഗ് ദി മെത്തേഡ്സ് മെൻഷൻഡ് അബവ്, പ്ലോട്ട് ദി ടോപ്പോഗ്രഫി റെപ്രസെന്റഡ് ബൈ ദി ഫോളോവിങ് കോണ്ടൂർ പാറ്റേൺസ്. അതായത് ഈ രണ്ട് കോണ്ടൂർ രേഖകളുടെയും ലാൻഡ് ഷേപ്പ് കണ്ടെത്താനാണ്. നമ്മൾ മുകളിൽ നേരത്തെ രണ്ട് മെത്തേഡുകൾ ഇപ്പോൾ പഠിച്ചല്ലോ. നമ്മളിപ്പോൾ പഠിച്ച രണ്ട് മെത്തേഡുകൾ, ആ മെത്തേഡുകൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് കോണ്ടൂർ ലൈൻസിന്റെയും ലാൻഡ് ഷേപ്പ് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പൊ അത് കുട്ടികൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, ഈ ഒരു കൺസെപ്റ്റ് ഒന്നുകൂടി തറോ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാതെ തന്നെ ഏകദേശം ഇതിന്റെ ഷേപ്പ് കണ്ടെത്താൻ പറ്റും.
ഓക്കെ, ഒന്നും വരയ്ക്കാതെ തന്നെ ഏകദേശം ഷേപ്പ് കണ്ടെത്താൻ പറ്റും. എങ്ങനെയാ കണ്ടെത്തുക? ഇപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ചിത്രം ഫിഗർ 4.2 ആണെങ്കിൽ 4.20 ആണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഏകദേശം വെറുതെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പോഗ്രഫി ഏകദേശം എങ്ങനെ ഉണ്ടാവും? ആ ടോപ്പോഗ്രഫി ഞാൻ ഇവിടെ വരയ്ക്കാം. ഏകദേശം ഈ രൂപത്തിലായിരിക്കും ആ ടോപ്പോഗ്രഫി ഉണ്ടാവുക. ഓക്കെ, ഈ അടുത്തടുത്ത കോണ്ടൂർ രേഖകൾ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? അത് കുറച്ച് സ്ലോപ്പ് ഉള്ള പ്രദേശത്തെയാണ്. ആ ഭാഗമാണ് ഇത്രയും ഏരിയ വരുന്നത്. അതേപോലെ ഈ ഒരു ഭാഗം ഇതിനിടയിൽ എന്തില്ല, കോണ്ടൂർ ലൈൻസ് ഒന്നുമില്ല. അപ്പൊ ഇത്രയും ഭാഗം ഏറെക്കുറെ നിരപ്പായ ഒരു പ്ലെയിൻ ഏരിയ ആയിരിക്കും. വീണ്ടും താഴോട്ട് ഇറങ്ങുകയാണ്, കുത്തനെയുള്ള ചെരിവാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഇതേപോലെയുള്ള ഒരു ഭൂപ്രകൃതി ആയിരിക്കും കിട്ടുക, ഏകദേശം. അതേപോലെ ഈ രണ്ടാമത്തെ ചിത്രമാണെങ്കിലോ, ഈ രണ്ടാമത്തെ ചിത്രത്തെ നമ്മൾ വരച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക, ഇവിടെ ഈ അടുത്തടുത്ത ലൈൻസ് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? അത് കുത്തനെയുള്ള ചെരിവുകളാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ 3 എണ്ണം അങ്ങനെ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത് ഏകദേശം നമുക്ക് വരച്ചാൽ കിട്ടുക ഇങ്ങനെയുള്ള ഒരു ടോപ്പോഗ്രഫി ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ടോപ്പോഗ്രഫി ആയിരിക്കും നമുക്ക് കിട്ടുക. ഫോൾഡ് മൗണ്ടൻസ്, മടക്കു പർവ്വതങ്ങളെ കാണിക്കുന്ന ഒരു കോണ്ടൂർ ലൈൻസ് ആണത്. ഓക്കെ, ഏകദേശം ഈ രൂപത്തിൽ കിട്ടും. അപ്പൊ നമുക്ക് ഈ ചിത്രങ്ങൾ നോക്കി തന്നെ നമ്മൾ വരയ്ക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശം ആ ടോപ്പോഗ്രഫിയുടെ ഷേപ്പ് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ രണ്ടാമത്തേത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോൾഡ് മൗണ്ടൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഓക്കെ, ഫോൾഡ് മൗണ്ടൻസ്. അപ്പോ കുട്ടികൾ എന്ത് ചെയ്യണം? പേപ്പറിലേക്ക് പകർത്തി നേരത്തെ ചെയ്തതുപോലെ 2 മെത്തേഡുകൾ ഉണ്ട്. അപ്പൊ 2 മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു കോണ്ടൂർ ലൈൻസിന്റെ ഷേപ്പ്, ലാൻഡ് ഷേപ്പ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ആ ഒരു കൺസെപ്റ്റ് ഒന്നും കൂടി നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നൗ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദി മെത്തേഡ്സ് ഓഫ് പ്ലോട്ടിംഗ് ദി ടോപ്പോഗ്രഫി ഫ്രം കോണ്ടൂർ ലൈൻസ്. ലെറ്റ്സ് എക്സാമിൻ ഹൗ ദി വിസിബിലിറ്റി ബിറ്റ്വീൻ 2 പ്ലേസസ് ഈസ് ഡിറ്റർമൈൻഡ്. ആ ഒരു കാര്യം കൂടി നമുക്ക് ഇന്ന് നോക്കാനുണ്ട്. അതിനുശേഷം ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. അതായത് ശരിക്കും ഇന്റർവിസിബിലിറ്റി, നമ്മൾ അടുത്ത കൺസെപ്റ്റ് ഏതാണ്? ഇന്റർവിസിബിലിറ്റി ആണ്, നേർക്കാഴ്ച എന്ന് പറയാം. As part of topographical map interpretation, there arises a need to find out whether 2 places are intervisible. അതായത് ടോപ്പോഗ്രഫിക് മാപ്സ്, ധരാതലീയ ഭൂപട വിശകലനത്തിൽ, ധരാതലീയ ഭൂപടങ്ങൾ ഇന്റർപ്രിട്ടേഷന്റെ സമയത്ത്, അത് വിശകലനം ചെയ്യുന്ന സമയത്ത് 2 പ്രദേശങ്ങൾ തമ്മിലുള്ള, 2 സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണോ, നേർക്കാഴ്ചയുണ്ടോ എന്നൊക്കെ കണ്ടെത്തേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ദിസ് ക്യാൻ be solved only by finding out the relief as well as the slope of the region. അതായത് പ്രദേശത്തിന്റെ പിന്നെ ആകൃതിയും അതേപോലെ ചരിവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇന്റർവിസിബിലിറ്റി ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് നമുക്കൊരു മാപ്പ് തന്നു, ഒരു ടോപ്പോഗ്രഫിക് മാപ്പ് തന്നു. ആ മാപ്പിലെ രണ്ട് സ്പോട്ടുകൾ തമ്മിൽ, 2 പ്രദേശങ്ങൾ തമ്മിൽ പരസ്പരം ഒരു പ്രദേശത്തു നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുമോ എന്നുള്ള ഒരു ഇന്റർവിസിബിലിറ്റി ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? ആ മാപ്പ് എങ്ങനെയുള്ള ഭൂപ്രദേശമാണ്, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, ഉയർച്ച എത്രത്തോളം ഉയർന്ന ഭാഗങ്ങളുണ്ട്, താഴ്ന്ന ഭാഗങ്ങളുണ്ട്, ചെരിവ് എത്രയുണ്ട്, ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് 2 പ്രദേശങ്ങൾ തമ്മിൽ ഇന്റർവിസിബിലിറ്റി ഉണ്ടോ, നേർക്കാഴ്ചയുണ്ടോ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. Okay, if any 2 places are mutually visible, then we can establish that these places are intervisible. ഇപ്പൊ 2 പ്രദേശങ്ങൾ തമ്മിൽ എന്തുണ്ട്? നേർക്കാഴ്ചയുണ്ട്. ഒരു പ്രദേശത്ത് നോക്കിയാൽ, പി എന്ന് പറയുന്ന പ്രദേശത്ത് നോക്കിയാൽ എസ് എന്ന് പറയുന്ന ഈ പ്രദേശം കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പിയും എസും തമ്മിൽ ഇന്റർവിസിബിലിറ്റി ഉണ്ട്. Okay, then we can establish that these places are intervisible. പരസ്പരം നേർക്കാഴ്ചയുള്ള പ്രദേശമാണെന്ന് പറയാം. Intervisibility assessment is being applied for erecting. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു സെന്റൻസ് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. Okay, intervisibility assessment is being applied for erecting electric posts, mobile towers and wireless transmission towers. അതായത് ഈ ഒരു ഇന്റർവിസിബിലിറ്റി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വൈദ്യുതി പോസ്റ്റുകൾ ഉണ്ടാക്കാൻ, അത് സ്ഥാപിക്കാൻ, അതേപോലെ മൊബൈൽ ടവറുകളുടെ സ്ഥാപനം, അതേപോലെ വയർലെസ് ട്രാൻസ്മിഷൻ ടവറുകൾ, ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിയണം? 2 പ്രദേശങ്ങൾ തമ്മിൽ ഇന്റർവിസിബിലിറ്റി ഉണ്ടോ, ഇന്റർവിസിബിൾ ആണോ, അഥവാ നേർക്കാഴ്ച ഉണ്ടോ എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർവിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, 2 പ്രദേശങ്ങൾ തമ്മിൽ ഇന്റർവിസിബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇന്റർവിസിബിലിറ്റി എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇന്റർവിസിബിലിറ്റി അസസ്മെന്റ് ഈസ് ബീയിങ് അപ്ലൈഡ് ഫോർ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്?
erecting electric posts, mobile towers and wireless transmission towers. Okay, വൈദ്യുതി പോസ്റ്റുകൾ, മൊബൈൽ ടവറുകൾ, വയർലെസ് ട്രാൻസ്മിഷൻ ടവറുകൾ തുടങ്ങിയവയൊക്കെ സ്ഥാപിക്കുന്നതിന് രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ നേർക്കാഴ്ചകൾ ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. ലുക്ക് അറ്റ്, അപ്പൊ നമ്മൾ എങ്ങനെയാ അറിയുക? നമുക്ക് ഈ കോണ്ടൂർ ലൈൻസ് നമുക്ക് ആ കാര്യവും മനസ്സിലാക്കാൻ പറ്റും. അതാണ് പറയാൻ പോകുന്നത്. ലുക്ക് അറ്റ് ഫിഗർ 4.22. ഈ ഒരു ചിത്രം നോക്കുക. ഫിഗർ 4.22 ഏതാ? ഈ ഒരു ചിത്രമാണ് അല്ലേ? ഓക്കെ, നോക്കി. യു ക്യാൻ സീ ദി പോയിന്റ്സ് മാർക്ക്ഡ് ആസ് PQRS. ഇവിടെ നമ്മൾ P കാണുന്നുണ്ട്, Q കാണുന്നുണ്ട്, R കാണുന്നുണ്ട്, S കാണുന്നുണ്ട്. ഒരു 4 പോയിന്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് can you identify the points which are intervisible? ഇതിൽ ഏതൊക്കെ പോയിന്റുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്, ഇന്റർവിസിബിൾ ആണ് എന്ന് നമ്മളോട് ചോദിക്കുക. നമുക്കത് ഈ ചിത്രം നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫോർ അസസിങ് ദി ഇന്റർവിസിബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട്, രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള നേർക്കാഴ്ച ഉണ്ടോ ഇല്ലെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ദി ഷേപ്പ് ഓഫ് ദി ടെറൈൻ മസ്റ്റ് ബി ഇൻഫേർഡ് ഫ്രം ദി കോണ്ടൂർ ലൈൻസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോണ്ടൂർ രേഖകളിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കോണ്ടൂർ രേഖകളുടെ ശരിക്കുള്ള സ്ഥലത്തിന്റെ ആകൃതി നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ മുകളിലുള്ള ഈ കോണ്ടൂർ ലൈൻസ് 4.22 എന്ന ഈ ഒരു കോണ്ടൂർ ലൈൻസിന്റെ ലാൻഡ് ഷേപ്പ് എങ്ങനെയാണെന്ന് ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ചിത്രം നോക്കി വളരെ എളുപ്പത്തിൽ ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ എയും ഇവിടെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ പോയിന്റുകളാണ്? PQRS. ഈ ഓരോ സ്പോട്ടുകളും തമ്മിൽ കാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദി ഗിവൻ പിക്ചർ റെപ്രസെന്റ്സ് ദി ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം inferred from the contour lines. By analyzing these pictures, we can assess the intervisibility between places. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ പോയിന്റുകളാണ് കൊടുത്തിട്ടുള്ളത്? ഞാൻ ഇവിടെ ഒന്നും കൂടി സൂം ചെയ്യാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതേപോലെ Q, അതേപോലെ R, S, PQRS, ഇങ്ങനെ 4 പോയിന്റുകളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമുക്ക് Q എന്ന പോയിന്റിലേക്ക് നേരിട്ട് നോക്കിയാൽ കാണും. നേരിട്ട് നോക്കിയാൽ കാണും എന്നുള്ളതാണ്. അവിടെ P എന്ന പോയിന്റും അതേപോലെ Q എന്ന പോയിന്റ് തമ്മിൽ എന്തുണ്ടോന്നാണ്? ഇന്റർവിസിബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇന്റർവിസിബിലിറ്റി ഉണ്ടോ? അവിടെ കൊടുത്തത് എന്താ? നോട്ട് ഇന്റർവിസിബിൾ. കാരണം P എന്ന പോയിന്റിന്റെയും Q എന്ന പോയിന്റിന്റെയും ഇടയിലായിട്ട് ഈ ഭാഗത്ത് അതിനേക്കാളും ഹൈറ്റ് കൂടിയ ഭാഗമുണ്ട്. സ്വാഭാവികമായിട്ടും P എന്ന പോയിന്റിൽ നിന്ന് Q എന്ന പോയിന്റിലേക്ക് നോക്കിയാൽ കാണൂല. ഓക്കെ, അതേപോലെ തന്നെ ഇനി P എന്ന പോയിന്റിൽ നിന്ന് R എന്ന പോയിന്റിലേക്ക് നോക്കിയാൽ കാണൂ എന്നാണ്. നോക്കിയാൽ കാണോ? ഒരിക്കലും കാണൂല. കാരണം ആ രണ്ട് പോയിന്റിന്റെയും ഇടയിൽ എന്തുണ്ട്? അതിനേക്കാളും ഹൈറ്റ് കൂടിയ ഭാഗങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെയും എന്തില്ല? ഇന്റർവിസിബിലിറ്റി ഇല്ല. സോ നോട്ട് ഇന്റർവിസിബിൾ. ഓക്കെ, ഇനി ഈ രണ്ട് പോയിന്റിൽ നിന്ന് Q എന്ന പോയിന്റിൽ നിന്ന് R എന്ന പോയിന്റിലേക്ക് കാണൂ? അവിടെയും കാണില്ല. അവിടെയും നോട്ട് ഇന്റർവിസിബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെ. കാരണം എന്താ? ഈ രണ്ട് പ്രദേശത്തിന്റെയും ഇടയിൽ അതിനേക്കാളും ഹൈറ്റ് കൂടിയൊരു ഭാഗം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നേർക്കാഴ്ചയില്ല. ഇനി ഈ അവസാനത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ R എന്ന പോയിന്റിൽ നിന്ന് S എന്ന പോയിന്റിലേക്ക് ഇന്റർവിസിബിലിറ്റി ഉണ്ടോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്റർവിസിബിൾ, നേർക്കാഴ്ചയുണ്ട്. കാരണം ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഈ ഒരു പ്രദേശത്തിന്റെ ഇടയിൽ എന്തില്ല? അതിനേക്കാളും ഹൈറ്റ് കൂടിയ ഭാഗങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. താഴ്ന്ന ഹൈറ്റ് കുറഞ്ഞ ഭാഗങ്ങളാണുള്ളത് അല്ലെ? സ്വാഭാവികമായിട്ടും എന്തുണ്ട്? ഇടയിൽ തടസ്സങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, മറ്റ് തടസ്സങ്ങൾ, ബാരിയേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്തുണ്ട്? അവിടെ ഇന്റർവിസിബിലിറ്റി ഉണ്ട്. സോ there is intervisibility between the points ഏതൊക്കെ? R and S. ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ അവിടെ ഇന്റർവിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇന്റർവിസിബിലിറ്റി, നേർക്കാഴ്ചയുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടെത്തുന്നത് എന്നാണ് ആദ്യം പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടെത്തുന്നത്? മൊബൈൽ ടവറുകൾ, വയർലെസ് ട്രാൻസ്മിഷൻ ടവറുകൾ, അതേപോലെ ഇലക്ട്രിക് ടവറുകളൊക്കെ അത് സ്ഥാപിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളൊരു ഇന്റർവിസിബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്റർവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇങ്ങനെയൊന്നും വരയ്ക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ഇന്റർവിസിബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു കോണ്ടൂർ രേഖകൾ നോക്കിക്കൊണ്ട് ഇവിടെ MNOP 4 ചിത്രങ്ങളുണ്ട്, 4 പോയിന്റുകളുണ്ട് അല്ലേ? അപ്പൊ ആ 4 പോയിന്റുകളും തമ്മിൽ ഇന്റർവിസിബിലിറ്റി ഉണ്ടോ, ഇന്റർവിസിബിൾ ആണോ അല്ലെങ്കിൽ നോട്ട് ഇന്റർവിസിബിൾ ആണോ എന്ന് നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെയാ കണ്ടെത്തുക? നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബിറ്റ്വീൻ M ആൻഡ് N, ബിറ്റ്വീൻ M ആൻഡ് N ഇതാണ് M, അതേപോലെ ഇതാണ് എന്ത് N. അപ്പൊ ഇവിടെ എമ്മും എന്നും ഈ 2 പ്ലേസുകൾ തമ്മിൽ ഇന്റർവിസിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 പ്ലേസിനേക്കാളും ഹൈറ്റ് ഉള്ള കോണ്ടൂർ ലൈൻസ് അതിന്റെ ഇടയിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ M എന്ന് പറയുന്നത് 100 മീറ്റർ ആണെങ്കിൽ N എന്ന് പറയുന്നത് ഏകദേശം 400 മീറ്റർ ആണെങ്കിൽ, ഒന്ന് 400 മീറ്ററും ഒന്ന് 100 മീറ്ററും ആണെങ്കിൽ ഈ 400നേക്കാളും ഹൈറ്റ് കൂടിയ 500ഓ 600ഓ ഇതിന്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? അവിടെ ഇന്റർവിസിബിലിറ്റി ഉണ്ടാവില്ല, അവിടെ നോട്ട് ഇന്റർവിസിബിൾ ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ കേസിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ 400നേക്കാളും താഴ്ന്ന 300ഉം 200 ഒക്കെയാണ് ഇടയിൽ കൂടി പാസ് ചെയ്തു പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാം? ബിറ്റ്വീൻ M ആൻഡ് N അവിടെ ഇന്റർവിസിബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഇന്റർവിസിബിലിറ്റി ഇല്ലേ? അവിടെ നമുക്ക് എന്താ പറയാം? അവിടെ ഇന്റർവിസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഒന്നുകിൽ അവിടെ യെസ് എന്ന് എഴുതി കൊടുക്കാം, അതല്ലെങ്കിൽ ഇന്റർവിസിബിൾ എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, യെസ് അല്ലെങ്കിൽ ഇന്റർവിസിബിൾ. ഇനി രണ്ടാമത്തേത് ബിറ്റ്വീൻ N ആൻഡ് O നോക്കാം. N എന്ന് പറയുന്നത് ഇവിടെയാണ്, O എന്ന് പറയുന്നത് ഇവിടെയാണ്. രണ്ടിന്റെയും ഇടയിൽ 800 മീറ്റർ എന്ന് പറയുന്ന ഒരു വലിയ ഭാഗം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും N-ഉം O-യും തമ്മിൽ എന്തില്ല? ഇന്റർവിസിബിലിറ്റി ഇല്ല. അപ്പൊ നോട്ട് ഇന്റർവിസിബിൾ അല്ലെങ്കിൽ നോ എന്ന് എഴുതി കൊടുക്കുക. വിസിബിലിറ്റി ഇല്ല എന്ന അർത്ഥത്തിൽ നോ എന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നോട്ട് ഇന്റർവിസിബിൾ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ബിറ്റ്വീൻ O ആൻഡ് P, ഓയും പിയും തമ്മിൽ ഇന്റർവിസിബിലിറ്റി ഉണ്ടോ? നമ്മൾ നേരത്തെ എമ്മും എന്നും പറഞ്ഞതുപോലെ തന്നെയാണ് ഓയും പിയും. അവിടെ എന്താണ്? വിസിബിലിറ്റി ഉണ്ട്. നമുക്ക് യെസ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഏതാ? ഇനി അടുത്തത് ബിറ്റ്വീൻ M ആൻഡ് O അല്ലെ, ബിറ്റ്വീൻ M അതേപോലെ O, എമ്മും ഓയും തമ്മിൽ ഇന്റർവിസിബിലിറ്റി ഉണ്ടോ? ഇന്റർവിസിബിലിറ്റി ഇല്ല എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം. കാരണം അതിന്റെ ഇടയിൽ എന്തുണ്ട്? അതിനേക്കാളും ഹൈറ്റ് കൂടിയിട്ടുള്ള കോണ്ടൂർ ലൈൻസ് വരുന്നുണ്ട്. സോ അവിടെ നമുക്ക് എന്ത് എഴുതാം? അവിടെ നോ എന്ന് എഴുതി കൊടുക്കാം. അതേപോലെ ബിറ്റ്വീൻ M ആൻഡ് P, M അതേപോലെ P, അവിടെയും അതേപോലെ തന്നെ എന്താണ്? ഈ പിയും എമ്മും തമ്മിൽ ഇന്റർവിസിബിലിറ്റി നമുക്ക് കാണില്ല. കാരണം അതിന്റെ ഇടയിൽ എന്തുണ്ട്? ഹൈറ്റ് കൂടിയ ഭാഗങ്ങളുണ്ട്. സോ അവിടെയും നമുക്ക് നോ എന്ന് എഴുതി കൊടുക്കാം. അതേപോലെ ലാസ്റ്റ് വൺ ഏതാ? ബിറ്റ്വീൻ N ആൻഡ് P. ഓക്കെ, N എന്ന് പറയുന്ന പോയിന്റ് നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലേക്കാണോ? കാണില്ല. കാരണം ഇടയിൽ എന്തുണ്ട്? ഹൈറ്റ് കൂടിയിട്ടുള്ള കോണ്ടൂർ ലൈൻസ് ഉണ്ട്. സോ അവിടെയും നമുക്ക് നോ എന്ന് കൊടുക്കാം. അപ്പൊ ഈ ഒന്നാമത്തെയും അതേപോലെ തന്നെ മൂന്നാമത്തെയും പോയിന്റ്, ഈ 2 പോയിന്റുകൾ തമ്മിലാണ്, ഈ 2 സ്പോട്ടുകൾ തമ്മിലാണ് എന്തുള്ളത്? ഇന്റർവിസിബിലിറ്റി ഉള്ളത്. ബാക്കി എല്ലാം തന്നെ നോട്ട് ഇന്റർവിസിബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് ലാൻഡ് ഷേപ്പ് വരച്ചെടുക്കാതെ തന്നെ കോണ്ടൂർ രേഖകളിൽ നിന്ന് ഇപ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർവിസിബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എളുപ്പമാണ് സംഗതി, വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കുക. Okay, so let's examine how the topo sheets can be interpreted based on the basic knowledge you have acquired so far. തൽക്കാലം നമ്മൾ ഇത്രയും കാര്യം ഇന്റർവിസിബിലിറ്റി കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ഒരു ടോപ്പോ ഷീറ്റ് ഇന്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പോ ഷീറ്റ് അല്ലെങ്കിൽ ഒരു ധരാതലീയ ഭൂപടം, ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ വിശകലനം, ഇന്റർപ്രിട്ടേഷൻ, ഭൂപട വിശകലനത്തെ പറ്റി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഓരോന്നും എങ്ങനെ നോക്കി മനസ്സിലാക്കാം എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലം ഇന്ന് നമ്മൾ ഈ ഒരു ഇന്റർവിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം, അതേപോലെ കോണ്ടൂർ ലൈൻസ് എന്ന് 2 മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ലാൻഡ് ഷേപ്പ് കണ്ടെത്തുന്നത്, ഈ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.